ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ. ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ബോംബിട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ മരണം 550. 400 ഗൾഫ് വിമാനങ്ങൾ റദ്ദാക്കി. പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം എന്ന് തിരികെ വരുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ യുദ്ധം ശക്തമായി തന്നെ തുടരുകയാണ്. തങ്ങൾ കീഴടങ്ങില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനിയെ തകർത്തു കഴിഞ്ഞാൽ, കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതാകും എന്ന് വിചാരിച്ചിരുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശക്തമായ തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. GCC രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് ഇറാന്റെ സൈനിക ആക്രമണം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കുവൈറ്റിലെ അമേരിക്കൻ എംബസിയിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ F-15 വിമാനം, അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് വിമാനം തകർത്തിരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അതേസമയം വിമാനം തകർന്നു വീണതാണ് എന്ന വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടായി. അങ്ങനെ GCC രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഇറാന്റെ ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം. അതേസമയം ഇസ്രായേലിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇസ്രായേലും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 1000-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുതിച്ചത്. അതിന്റെ തങ്ങളുടെ ആ ഒരു ലക്ഷ്യം കണ്ടെത്താൻ കഴിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ ഇറാന്റെ വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തി എന്ന വിവരം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്വാതി ചേരുകയാണ് ചെയ്യുന്നത്. സ്വാതി, ഇല്ല, ഞങ്ങൾ കീഴടങ്ങില്ല എന്ന നിലപാട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ സൈനിക മേധാവി പറഞ്ഞത്. അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറില്ല എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ യുദ്ധം ഒരു മാസത്തോളം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, GCC രാഷ്ട്രങ്ങളിലേക്ക് ഇവരുടെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഏതാണ്ട് 90 ലക്ഷം ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നവരുണ്ട്. ഏതാണ്ട് 30 ലക്ഷവും അതിൽ മലയാളികളാണ്. സ്വാതി, അങ്ങേയറ്റം ആശങ്കാജനകമായ സാഹചര്യം ലോകത്ത് നിലനിൽക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിശ്വാസം? ഇറാനിലേക്ക് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ എത്രത്തോളം നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇറാൻ എത്രത്തോളം ആഘാതമാണ് ഏൽപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇറാനിന് വലിയ തരത്തിലുള്ള ആളപായ ഇറാനിലെ പൗരന്മാർക്ക് വലിയ തരത്തിലുള്ള ആളപായ ഏറ്റവും കൂടുതലായി വരുന്നത് ഇറാനിൽ കൊല്ലപ്പെട്ടത് 555 പേരാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 555ഓളം ഇറാൻ പൗരന്മാരെ കൊലപ്പെടുത്തുവാൻ ഇസ്രായേൽ അവരുടെ ആക്രമണത്തിലെ കഴിഞ്ഞിട്ടുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അതോടൊപ്പം ഇറാനിലെ നഗരങ്ങളിലേക്ക് വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തുന്നത്. ആ വ്യാപക ആക്രമണം നിരവധി നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത് 131ഓളം നഗരങ്ങളിലേക്കാണ് ഇവർ മിസൈലും അതോടൊപ്പം ഡ്രോണാക്രമണവും നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് ദൂരദർശനത്തിന്റെ പുതിയ ഡേറ്റ പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അമേരിക്കയ്ക്കുമെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇറാനിലേക്ക് തുടർച്ചയായിട്ടുള്ള ആക്രമണത്തിൽ അവർക്ക് കൂടെ അനുഭവത്തോടെയാണ് ഹിസ്ബുള്ള ഈ ഒരു ആക്രമണത്തിൽ പങ്കാളിയായിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ തലവനെ വധിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. അത് എത്രയും പെട്ടെന്ന് തങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകളിലേക്ക് കാര്യം പോകുന്നു. അതേസമയം തന്നെ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന്റെയൊക്കെയും പുറത്തു വന്നത് അതിന്റെ ഭാഗമായാണ് യുഎസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജെറ്റിനെ അവർ ഇല്ലാതാക്കിയത്. എന്ന് പറയുന്ന വിമാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും ഇറാൻ പോയിട്ടുണ്ട്. അതോടൊപ്പം വിവിധയിടങ്ങളിലേക്കാൾ യുഎസിന്റെ എംബസികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെ ഇറാൻ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇറാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
മാത്രമല്ല എണ്ണ ലോകം പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. അവരുടെ തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ് ആ രാജ്യം. വലിയ തിരിച്ചടികളായിരിക്കും ഉണ്ടാവുക. അരാംകോയിലേക്ക് ആക്രമണം നടത്തിയിട്ട് ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം തന്നെയാണ്. അരാംകോയിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ആക്രമണങ്ങൾ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൂടി ആക്രമണങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ കൂടി അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടികൾക്ക് കാരണമാവും. സാമ്പത്തികപരമായി പല രാജ്യങ്ങളും ഒരു ബുദ്ധിമുട്ടിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകും. അത്തരത്തിലുള്ള വ്യാപാര ശേഷിയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പൂർണ്ണമായ ഒരു യുദ്ധത്തിന്റെ എല്ലാ പ്രതികളും ഒടുവിൽ അവസാനിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് രാജ്യം പോകും. മറ്റ് രാജ്യങ്ങൾക്ക് ഈ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് എണ്ണവിലയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഉണ്ടാകും. എണ്ണ കമ്പനികൾക്ക് നേരെ ആക്രമണവും ഉണ്ടാണെങ്കിൽ അത്തരത്തിലുള്ള റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത്. അതേസമയം യു.എസ്. ഈ ആക്രമണങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഇത്രയും കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചപ്പോൾ ഇറാനിന്റെ ഏകദേശം 131 നഗരങ്ങളിലേക്ക് മാത്രം ഇപ്പോൾ സംയുക്തമായി അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ അവരുടെ ടെഹ്റാനിലേക്ക് അടക്കം ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തുന്നത് അവരുടെ ഭരണത്തിനാണ് നിലകൊള്ളുന്ന സ്ഥലമാണ്. അവിടേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു. നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു. അതിലൊക്കെയും സ്കൂളുകളും ആശുപത്രികളൊക്കെയും ഈ നഗരഭാഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ച കൂടുതൽ ആക്രമണങ്ങളുടെ ഒന്നുകൂടി വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ് അമേരിക്കയ്ക്ക് ഇസ്രായേലിൽ കീഴടങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ ഇറാൻ പോകുമ്പോൾ എത്ര ദിവസം തുടരും എന്ന് പറയാൻ കഴിയില്ല. കീഴടങ്ങാൻ തയ്യാറല്ല. അമേരിക്കയുമായി ഒരു ചർച്ച